പോസിറ്റീവ് ആണെന്ന് നീ പറയുന്നു. എന്നൊക്കെ വിളിക്കുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാവാം. കോൾ വരുന്നു. ബാംഗ്ലൂർ നമ്പർ തന്നെയാണോ? അല്ല. എന്നാ പിന്നെ എടുത്തു നോക്ക്, ആരാന്നറിയാലോ. ഹലോ. എന്താ? എവിടെ? സിറ്റി ഹോസ്പിറ്റലോ? ഞാൻ ഉടനെ എത്താം. എന്താ എന്ത് പറ്റി? സിദ്ധുവിനെന്തോ പെട്ടെന്ന് വയ്യായിക വന്നു. സിറ്റി ഹോസ്പിറ്റലാണെന്ന്. പ്രീവിയസ് ഹിസ്റ്ററി അറിയാവുന്ന ഡോക്ടർ ഞാനല്ലേ, അതാ അവർ എന്നെ വിളിച്ചത്. അതിപ്പോ ഡിസ്ചാർജ് സമ്മറിയൊക്കെ അവരുടെ കയ്യിലില്ലേ, പിന്നെ എന്തിനു വിളിക്കണം? എനിക്ക് തോന്നുന്നില്ല ഇത് സത്യമാണെന്ന്. ഒന്ന് സിദ്ധുവിനെ തിരിച്ചു വിളിച്ചു നോക്ക്, വിളിക്കേ. കോള് കണക്ട് ആവുന്നില്ല. എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം. തനിച്ച് ഞാൻ വിടില്ല. ഇതിലെന്തോ ഒരു അപകടം പതിയിരിപ്പുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. സിദ്ധുവിനെ കിട്ടുന്നില്ലെങ്കിൽ ആ വീട്ടിലുള്ള വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്ക്. അക്ഷര, ഇങ്ങനെ വിളിച്ചും പറഞ്ഞും കളയുന്ന ഓരോ നിമിഷവും സിദ്ധുവിന്റെ ജീവൻ അപകടത്തിലാക്കും. അതെനിക്ക് താങ്ങാൻ പറ്റില്ല. അറിഞ്ഞ വിവരം ശരിയായാലും തെറ്റായാലും ഒരു ജീവൻ വെച്ച് പന്താടാൻ പറ്റില്ല. ഞാൻ പോയിട്ട് വേഗം തിരിച്ചു വരാം. ഇന്നത്തെ ദിവസം ഇത് രണ്ടാമത്തെ അനോണിമസ് കോളാ. ആദ്യം വന്നത് നമ്മുടെ താലികെട്ട് നടക്കില്ല എന്ന് പറഞ്ഞ് ആ സീതാലക്ഷ്മിയുടേത്. രണ്ടാമത് ഇപ്പൊ സിദ്ധുവിന് വയ്യാന്ന് പറഞ്ഞിട്ട്. ഇത് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. എന്തായാലും എനിക്ക് പോണോ അക്ഷര. നിനക്കറിയാലോ, ആരുടെയും ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന ആളല്ല ഞാൻ. എങ്കിൽ നിങ്ങളുടെ ഒപ്പം ഞാനും വരാം. മറ്റൊരാളുടെ ജീവനേക്കാളും എനിക്ക് വലുത് ഈ ജീവന. ശരി, വാ പോവാം.